ടൊമാറ്റോ പിക്കിൾ അഥവാ തക്കാളി അച്ചാർ രാവിലെ ദോശയോടൊപ്പവും ഇഡ്ഡലിയോടൊപ്പവും എന്തിനേറെ ഉച്ചയ്ക്ക് ചോറിനോടൊപ്പവും എല്ലാം ഒരുപോലെ കഴിക്കാവുന്ന ദിവസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഒരു അടിപൊളി അച്ചാറിന്റെ റെസിപ്പിയാണ് ഇത് കേട്ടോ. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1/2 കിലോ തക്കാളിയാണ്. അത് നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയതിനു ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലാണ് പുളി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഈ തക്കാളി, ഉപ്പ്, പുളി എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ പാൻ ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ചു വെച്ചതിന് ശേഷം ഈ ലോ ഫ്ലെയിമിലിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും തക്കാളി ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെ ചൂട് മുഴുവൻ മാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് വെക്കാം. അങ്ങനെ തക്കാളി വേവിച്ചരച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, ഇവ മൂന്നും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഇവയെല്ലാം മൂത്ത് ചെറിയ തോതിലൊന്ന് പൊട്ടി തുടങ്ങും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് ചൂടാറി തുടങ്ങുമ്പോഴേക്കും ഈ കാണുന്നത് പോലെ നല്ല രീതിയിൽ ചതച്ചെടുത്ത് വയ്ക്കുക. അങ്ങനെ ഈ 2 കാര്യങ്ങളൊന്ന് ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് 7 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒഴിച്ചു കൊടുത്ത നല്ലെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ 25 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെറിയ സൈസ് വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 15-20 അല്ലി ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഈ വെളുത്തുള്ളി ചേർത്ത് 2 സെക്കൻഡ് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ നേരത്തെ വറുത്ത് ചതച്ച് വെച്ചിരുന്ന കടുക്, ഉലുവ, ജീരകം മിക്സ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഈ ചേർത്ത് കൊടുക്കുന്ന പൊടി ഐറ്റംസ് ഒക്കെ വളരെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത ഐറ്റംസ് ഒക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂപ്പിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത കറിവേപ്പിലയും മൂത്തൊരു മണം വന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച തക്കാളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണമോ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. എരിവ് കുറച്ച് മതിയെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ അതില്ലാത്തത് കൊണ്ട് ഒഴിവാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഈ മുളക് പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് തക്കാളിയിലെ ജലാംശമൊക്കെ ഏതാണ്ടൊന്ന് വറ്റി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കറക്റ്റ് 1/2 ടീസ്പൂൺ കായപ്പൊടി നമ്മളിവിടെ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ അതുകൂടി ചേർത്ത് തുടരെ ഇളക്കി കൊടുത്ത് തക്കാളിയിലെ ജലാംശം കംപ്ലീറ്റ് വറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചൂട് പൂർണ്ണമായി മാറുമ്പോഴേക്കും ഒരു ജാറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ പിക്കിളിന്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.